ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് മഴയാണ് നാട്ടിലെന്നൊക്കെ പറഞ്ഞു, ഇവിടെ ചെറുതായിട്ട് തണുപ്പൊക്കെയാണ്. അപ്പോൾ അതായത് നമ്മളുടെ ലിപ് ബാമിനെ കുറിച്ചിട്ടുള്ള ഒരു എൻക്വയറി അല്ലെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, വില, കാര്യങ്ങൾ, ഡൗട്ട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. മാഷാഅല്ലാഹ് ഒരുപാട് റിവ്യൂസ് നമുക്ക് ലിപ് ബാമിനെ കുറിച്ച് കിട്ടുന്നുണ്ട്. അതിലുള്ള കുറച്ച് റിവ്യൂസ് ആദ്യം നമുക്ക് കണ്ടിട്ട് വന്നാലോ, എന്നിട്ട് സംസാരിച്ചാൽ പോലെ. ഓക്കെ, കണ്ടോളൂ. ഓക്കെ, ഇപ്പൊ റിവ്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമുക്ക് ലിപ്പ് ബേസ് ചെയ്തിട്ട് നമുക്ക് ലിപ് ബാം മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ബിഫോർ ദാറ്റ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ലിപ്സ്റ്റിക്ക് 2 ഷെയ്ഡിൽ, അതുപോലെ മോയ്സ്ചറൈസർ, ക്രീം, അതുപോലെ തന്നെ കാജൽ, ഈ 4 പ്രോഡക്റ്റ് നമുക്ക് ഒരു സ്കിൻ അതായത് ഒരു എന്താ പറയുക, എങ്ങനെ പറയാം, മേക്കപ്പ് പ്രോഡക്ട്സിന്റെ അണ്ടറിൽ വരുന്ന 4 പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഇതുവരെ മേക്കപ്പ് പ്രോഡക്ട്സ് എന്നുള്ള രീതിയിൽ നമ്മൾ മാർവാസ് ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം അത് 4 ലോഞ്ച് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. നമുക്കൊരു സെപ്റ്റംബർ എൻഡ് അല്ലെങ്കിൽ ഒക്ടോബർ ഒരു 10-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഈ 4 പ്രോഡക്റ്റ് അവൈലബിൾ ആയിരിക്കും. കാരണം ഒരുപാട് കസ്റ്റമർ ചോദിക്കുന്നു ലിപ്സ്റ്റിക് ഉണ്ടോ ഇത്ത, അല്ലെങ്കിൽ ഇതുണ്ടോ. കാരണം നമുക്ക് കംപ്ലീറ്റ്, പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ ഇപ്പം തന്നെ പറയുകയാണ്, നമുക്ക് ഒരുപാട് ഷെയ്ഡിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്കൊരു 3 അല്ലെങ്കിൽ 4 ഷെയ്ഡിലൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ ലോഞ്ചിങ്ങിന് വിചാരിക്കുന്നത് 2 ഷെയ്ഡാണ്. ഇൻഷാല്ലാ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഒക്കെ പിന്നീട് ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ ലിപ് ബാമിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ലിപ് ബാം നമ്മളുടേത് നിങ്ങൾ ഓൾമോസ്റ്റ് ഞാൻ കുറച്ച് റിവ്യൂസും കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു, അതല്ലാതെ ഷോർട്ട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വരുന്നത് 180 രൂപയാണ് ലിപ് ബാമിന് വരുന്നത്. അപ്പം എല്ലാ ആളുകളും ജനറലി പറയുന്നുണ്ട് ബീട്രൂട്ടാണോ ഇത്ത മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ലിപ് ബാമിൻ്റെ ടെക്സ്ചർ അല്ലെങ്കിൽ കളർ കാണുന്നവർക്കറിയാം ഞാൻ ബീട്രൂട്ട് ലിപ് ബാം അല്ല ചെയ്യുന്നത്. എൻ്റെതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് 3-4, അപ്പോൾ ഷിയ ബട്ടർ, ബീസ് വാക്സ് അല്ലെങ്കിൽ ഓയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ലിപ് ബാമിൽ വരുന്നുണ്ട്. പക്ഷേ ആസ് നമ്മളുടെ മാർവാസ് ഫേസ് ബ്രൈറ്റനിങ് ക്രീമിനെ പോലെ നമ്മളുടെ ലിപ് ബാമിൽ ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റി നമ്മളുടെ മാർവാസിൻ്റെ ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓയിൽ മാത്രം യൂസ് ചെയ്യുന്നവരാണ്, ഒരു മിനിറ്റ്, ഓയിൽ മാത്രം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ട് കോൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ചിലർക്ക് ഡിഫറൻസ് കാണുന്നുണ്ട്. പിന്നെ ഒന്നും കൂടെ, നമ്മളിപ്പം ലിപ് ബാം യൂസ് ചെയ്യുന്ന ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നമ്മൾ ആൽമണ്ട് ഓയിൽ, അതുപോലെ അങ്ങനെ പല രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ മോയ്സ്ചറൈസിന് മാർവാസിൻ്റെ തന്നെ ഓയിലായിട്ട് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും കൂടെ ബെറ്റർ റിസൾട്ട് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കുന്നത്. നമ്മളുടെ ഇതിൽ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മാർവാസിൻ്റെ ഫേസ് ബ്രൈറ്റനിങ് ഓയിലാണ്, ഒരു ചെറിയ ക്വാണ്ടിറ്റി. പിന്നെ നമ്മൾ മഞ്ചിഷ്ടയാണ് പിന്നെ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കറുത്ത എള്ള് വരുന്നുണ്ട് നമ്മളുടെ ഇതിൽ. ഇതൊക്കെ പല രീതിയിൽ നമ്മൾ ചാലിച്ചിട്ടും അതിൻ്റെ ലിക്വിഡ് ഫോമിലോട്ടൊക്കെ മാറ്റിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. സോ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്, ചെറിയ, അതായത് മാസങ്ങൾ പ്രായമുള്ള, അതായത് 6 മന്ത് സ്റ്റാർട്ട് ചെയ്തത് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ നമ്മളുടെ ലിപ് ബാം യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആരും ടെൻഷൻ ആവേണ്ട. കളറോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നാച്ചുറലി നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിനുള്ള കളർ മാത്രമാണ് നമ്മളുടെ ലിപ് ബാമിനുള്ളത്. അപ്പോൾ ഞാൻ 6 മന്ത് ബേബീസ് മുതൽ വരെ നമ്മളുടെ ലിപ് ബാം യൂസ് ചെയ്യാമെന്ന് ഞാൻ സജഷൻ കൊടുക്കാറുണ്ട്. യെസ്, ഈവൺ ജെൻസിനും യൂസ് ചെയ്യാം. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ള, ഒരുപാട് പേര് ചോദിക്കാറുണ്ട് SPF ഉണ്ടോ നിങ്ങളുടെ പ്രോഡക്റ്റിന് എന്നാണ്, ലിപ് ബാമിന്. ഇപ്പോൾ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ലിപ് ബാം ഇടുക. ആ ലിപ് ബാമിൻ്റെ മേലെ നിങ്ങൾ ലിപ്സ്റ്റിക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് കൊണ്ടുള്ള ഒരു ടാന് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പോയി കിട്ടും. പിന്നെ രാത്രി കിടക്കുമ്പോൾ ജസ്റ്റ് വളരെ കുറഞ്ഞ രീതിയിൽ നിങ്ങൾ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട്, ഈ വാരി പൊത്താനല്ല കേട്ടോ പറയുന്നത്, സാധാരണ രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ആ ഒരു പിഗ്മെൻറ്റേഷൻ ഓൾറെഡി നിങ്ങൾക്ക് കറുത്തു പോയിട്ടുണ്ട്, പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പോയി കിട്ടും. നല്ല രീതിയിൽ സോഫ്റ്റ് ആവാനും പിങ്കി ആവാനും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. വേറൊരു കാര്യം വരുന്നത്,
എന്താണ് ജെൻസിന് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ജെൻസിന് ഇപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് പുറത്ത് പോകാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കുറവായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് കിടക്കാം. സ്മോക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്, അല്ലെങ്കിൽ വെയിൽ കൊണ്ടിട്ട് എല്ലാവരും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. ഞാൻ ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യുന്നില്ല, പക്ഷെ എനിക്ക് എനിക്ക് ചുണ്ട് കറുക്കുന്നുണ്ട്, എന്താ ചുണ്ടിന് ഞാൻ സൺസ്ക്രീൻ ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരോട്, അങ്ങനെ കറുത്ത് പോയവർക്കും നമുക്ക് ഈ ലിപ് ബാം യൂസ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു കമന്റ് വന്നിരുന്നു, കയ്യിൽ എന്താണ് ഒന്നും കൂടെ ഗ്ലോ ആയിട്ടുണ്ടല്ലോ കൈ എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ നരമ്പൊക്കെ കാണുന്ന രീതിയിലുള്ള കൈയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ ലോഞ്ച് ചെയ്യാൻ പോകുന്നു പറയുന്ന മോയ്സ്ചറൈസർ ക്രീമാണ് നമ്മൾ ഞാൻ അതാണ് കയ്യിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് പല രീതിയിലുള്ള പേപ്പർ വർക്കുകൾ ഉണ്ടാവും. അതൊക്കെ കിട്ടിയതിന് ശേഷമല്ലേ എനിക്ക് നിങ്ങൾക്ക് പ്രോഡക്റ്റ് തരാൻ പറ്റുള്ളൂ. കാരണം ഇത്ര വയസ്സ് മുതൽ ഉപയോഗിക്കാം, ജെൻസിന് ഉപയോഗിക്കാം, ഇത്ര മാസം മുതൽ ഉപയോഗിക്കാം, ഇങ്ങനെ ഉപയോഗിക്കണം, ഇതൊക്കെ നമ്മൾ ലാബ് ടെസ്റ്റിൽ റിക്വസ്റ്റ് ചെയ്ത് ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, അത്രേ ഉള്ളൂ. ഓൾമോസ്റ്റ് അതായത് നമ്മൾ കൊടുക്കുന്ന ലിപ് ബാം 10 ഗ്രാമാണ്, 8 ഗ്രാമല്ല 10 ഗ്രാമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ലിപ് ബാമിൻ്റെ വില ഞാൻ പറഞ്ഞു, വെയിറ്റ് പറഞ്ഞു, ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞു, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു, ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം ഞാൻ അറിയിച്ചു. അപ്പോൾ നമുക്ക് എന്താ പറയുക, അത്യാവശ്യം കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ലിപ് ബാമിൻ്റെ ഇനിയുള്ള ഡൗട്ടുകൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. കാരണം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് കുറേ കസ്റ്റമേഴ്സ് പറഞ്ഞു ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് മാത്രം എടുത്തിട്ട് ആ വീഡിയോയിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ച് മാത്രം പറയണേ ഇത്ത, എല്ലാ ഡീറ്റെയിൽസും അതിൽ ഉൾപ്പെടുത്തണേ ഇത്ത, ഇനി അതല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ പറയണമെന്നുണ്ടെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് നിങ്ങൾ ചെയ്യണം, എല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ മിസ് ഔട്ട് ആവുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലിപ് ബാമിനായിട്ട് ഇനി ഓരോ പ്രോഡക്ട്സും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ലിപ് ബാം യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ അത് തപ്പിപ്പിടിച്ച് ആഡ് ചെയ്യുന്നതിൻ്റെ ഒരു ടൈമില്ലായ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. സോ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക. നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഔട്ടർ അപ്പിയറൻസ് തന്നെയാണ്. ഇറ്റ്സ് ഡസൻറ്റ് മാറ്റർ അബൌട്ട് ദ കളറല്ല, ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നമ്മളുടെ സ്കിൻ ഇരിക്കുന്നു, അത്രയും നമുക്ക് കോൺഫിഡൻറ്റ് കൂടാണ്. ചിലർക്ക് ഫേസ് നല്ല കളർ ഉണ്ടാവും, പക്ഷെ ചുണ്ട് ഡാർക്ക് ആകുമ്പോൾ ഫേസ് ഒന്നും കൂടെ ഡള്ളായിട്ട് ഫീൽ ചെയ്യും. സോ അവർക്കൊക്കെ ലിപ് ബാം യൂസ് ചെയ്യാം. എൻ്റെ മോന് 1 വയസ്സായിട്ടുള്ള, എൻ്റെ മോൾക്ക് 2 വയസ്സായിട്ടുള്ള, യു ക്യാൻ ഗോ വിത്ത് ദിസ് മാർവാസ് ലിപ് ബാം, ധൈര്യമായിട്ട് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ, ഒരുപാട് ലെങ്തി ആയിട്ട് പറയുന്നില്ല. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി, ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.